Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ, പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ബേസിക് ചാപ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചിലപ്പോൾ ഫീച്ചേഴ്സ്, സ്കോപ്പോ അങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ചോദിക്കാം. 2 വെയിറ്റേജിനെ നിർബന്ധമായും പഠിക്കാം. നെക്സ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ് അതെന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്? ഓക്കെ, ഫുൾ കോസ്റ്റിംഗ് അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ്, എല്ലാ പേപ്പറിലും വരുന്നതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്, ത്രൂപുട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ്, JIT ജസ്റ്റ് ഇൻ ടൈം എന്താണ്, അതിൻ്റെ സ്റ്റെപ്സോ ബേസിക് കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. ദെൻ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 3 കൺസെപ്റ്റ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 എണ്ണമൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. മെയിൻ പ്രോഡക്ട്സ് എന്താണ്, ബൈ പ്രോഡക്ട്സ് എന്താണ്, ഇതിനൊക്കെ കൺസെപ്റ്റുവൽ ഡിഫറൻസ് നോക്കണം കേട്ടോ. കോ പ്രോഡക്ട്സ് എന്താണ്, 3 നോക്കണേ. ദെൻ നെക്സ്റ്റ്, വേസ്റ്റേജ് എന്താണ്, വേസ്റ്റ് എന്താണ്, അത് തന്നെ വേസ്റ്റ് എന്താണ്. ദെൻ അതിൽ കുറേ ടൈമുകളുണ്ട് ആ ചാപ്റ്ററിൽ, അത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം, ഞാൻ 1-2 എണ്ണം കാണിക്കണം. സ്ക്രാപ്പ് എന്താണ്, സ്പോയിലേജ് എന്താണ്, വേസ്റ്റേജ് എന്താണ്, കുറച്ച് ടൈമുകളുണ്ട് ആ ചാപ്റ്ററിൽ, അത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ്, പ്രോസസ്സിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്താണ്. ദെൻ അബ്നോർമൽ ഗെയിൻ, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ്, അതിൻ്റെ കൺസെപ്റ്റ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ABC എന്താണ്, അതുപോലെ തന്നെ ടാർജറ്റ് കോസ്റ്റിംഗ് എന്താണ്, ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്. ദെൻ ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണ്, കൈസൺ കോസ്റ്റിംഗ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 വെയിറ്റേജിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ നോക്കുക. ടാർജറ്റ്, ട്രാൻസ്ഫർ, ഓക്കെ. അപ്പോൾ അതിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യം എന്തായാലും പഠിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റലേഷൻ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഫീച്ചേഴ്സ്,
മാർജിനൽ കോസ്റ്റിംഗ് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ത്രൂപുട്ട് അക്കൗണ്ടിങ്, JAT, മെയിൻ പ്രൊഡക്റ്റ്, കോ പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ്, വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, വേസ്റ്റേജ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ പ്രൊഡക്ഷൻ എന്താണ്, അബ്നോർമൽ ഗെയിൻ, ലോസ്, ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ടാർഗറ്റ് കോസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൈസിങ്, ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്, വാല്യൂ ചെയിൻ അനാലിസിസ്, ദെൻ കൈസൻ കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതാണ്, പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.